ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഞാനും ഏട്ടനും കൂടെ വിചാരിച്ചു ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന്. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ ഒരു ഗാർഡനിലേക്കാണ് എത്തിയിരിക്കുന്നത്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ പുറത്ത് പോകാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, മോൾക്ക് വൊമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അധികം അങ്ങനെ പുറത്ത് പോകാറില്ല. പുറത്ത് പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ മാക്സിമം ഞാനും ഏട്ടനും കൂടെ മോളുടെ ആ ഒരു ശ്രദ്ധ മാറ്റാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഗാർഡനിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ഫ്രണ്ടിൽ ആൾ നിൽപ്പുണ്ട്, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു 5 മണിയാണ് ഇതിൻ്റെ ഓപ്പൺ ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഒരു 8 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കും. കറക്റ്റ് 8 മണിക്ക് തന്നെ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ എല്ലാവരും വൈകിട്ടാണ് ഇറങ്ങുന്നത്, കാരണം ഭയങ്കര ചൂട് കാലാവസ്ഥയാണ് ഇപ്പോൾ ജബൽപൂർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വൈകിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ഉച്ചയ്ക്കോ രാവിലെയോ ഒന്നും നമുക്കിവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, അത്ര ചൂടാണ്. രാവിലെ മുതലേ ചൂട് തുടങ്ങും, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് എന്താ ട്രാഫിക് ഭയങ്കരമാണ്. അതിലും ഭംഗി എന്ന് പറയുന്നത് രാത്രി വന്ന് കാണാനാണ് ഈ ഗാർഡൻ നല്ല ഭംഗി. കാരണം അവിടുത്തെ ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടോ, ഐ ലവ് ജബൽപൂർ എന്നൊക്കെ എഴുതിയേക്കുന്ന കണ്ടോ, എന്തോ സൂപ്പറാണ്. അതേപോലെ ആ ഒരു സൈഡിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ രാത്രിയിൽ വന്ന് കണ്ടാലേ അതുള്ള അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് രാവിലെ ഉച്ചയ്ക്കൊക്കെ വന്നിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഫോട്ടോയൊക്കെ നല്ലപോലെ നമുക്ക് പകലെടുക്കാം, പക്ഷേ രാത്രി അധികം കിട്ടത്തില്ല. എന്നാലും നല്ല ഭംഗിയാണ്. കാരണം നമ്മൾ ഈ മൊബൈലിൽ എടുക്കുന്ന കണക്കല്ല നേരിട്ട്, അത്ര ഭംഗിയാണ് നേരിട്ട് ഇത് കാണാനായിട്ട്. കണ്ടോ ആ ലൈറ്റിംഗ് സെറ്റൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്. ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങ് സൈഡിലാണ് കുട്ടികൾക്കുള്ള പാർക്ക് പ്രത്യേകം അവരാക്കിയിട്ടുണ്ട്. ഇനിയെ മോളെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല, കാരണം ഞങ്ങളുടെ ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ അവിടെ തന്നെ ഒരു അപ്പു പാർക്ക് എന്ന് പറയുന്ന പാർക്കുണ്ട്. ഞങ്ങൾ എപ്പോഴും പോകാറുള്ളതാണ് രാത്രിയിൽ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നടക്കാനിറങ്ങും. മോൾ അങ്ങോട്ടങ്ങ് കയറും. പിന്നെ മോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പിന്നെ ഭയങ്കര നിർബന്ധമായിരിക്കും. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊന്നും ഒരു പാർട്ടീഷൻ കെട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടികളെ അതുകൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്കേറ്റിംഗ് കൂടെ കണ്ടാലോ എന്ന് വിചാരിച്ചു. കാരണം ഇവിടെ കുട്ടികളെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. അപ്പോൾ അത് കണ്ടാലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ആ ഒരു സ്കേറ്റിംഗ് പരിശീലിപ്പിക്കുന്ന സ്ഥലം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. വൈകിട്ടാണ് ഈ പരിശീലനം ഇവിടെ നടക്കുന്നത്. ഇവിടെ പഠിപ്പിക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഞാനും ഏട്ടനും കുഞ്ഞും കൂടെ ഇത് കാണുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്കേറ്റിംഗ് പരിശീലിക്കുന്ന സ്ഥലം കാണുന്നത്. എന്ത് ഭംഗിയാണ് ആ കുട്ടികളൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട്. അവർക്കൊരു ഭയവും ഇല്ല, ഇത് ചെയ്യുന്നതൊന്നും അവർക്കൊരു ഭയവും ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയാണ് കുട്ടികൾക്ക് ഒരു ഭയമായിരിക്കും ആദ്യമൊക്കെ. പിന്നെ സ്കേറ്റിംഗ് കണ്ട ശേഷം ഞാനും ഏട്ടനും പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാം. കാരണം അവിടെ ആർമി ക്വാർട്ടേഴ്സ് ആയത് കൊണ്ട് തന്നെ നമുക്കൊരു ടൈം ഉണ്ടായിട്ട് എൻട്രി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ട് വേണം പിന്നെ ബാക്കി ഫുഡുകളൊക്കെ റെഡിയാക്കാനായിട്ട്. കാരണം ഉച്ചക്കത്തേക്കുള്ള ഫുഡ് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുട്ട പോകുന്ന വഴിക്ക് വേണം മേടിക്കാനായിട്ട്, അതും മേടിച്ചുകൊണ്ട് വേണം പോകാൻ. പിന്നെ തൈരും ഒക്കെ മേടിക്കണം, കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനായിട്ടുണ്ട്. അതെല്ലാം മേടിച്ചുകൊണ്ട് വേണം ക്വാർട്ടറിലോട്ട് പോകാനായിട്ട്. കാരണം ഏട്ടന് സൺഡേ മാത്രമേ ടൈമുള്ളൂ, ബാക്കി എല്ലാ ദിവസവും പോകണം. സൺഡേ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ലീവ്. കാരണം സൺഡേ ആയാൽ പോലും ഓഫീസിൽ പോകണം, കാരണം ഒരു ദിവസം പോലും ലീവില്ല. ഇന്നെന്തോ ഭാഗ്യം, ഇന്നൊരു ദിവസത്തേക്ക് ഇത് തന്നെ. അങ്ങനെ ഞാനും ഏട്ടനും കൂടെ 4 മണിക്ക് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തീരുമാനിച്ചത് തന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന്. അപ്പോൾ കുഞ്ഞിനും ഒരു റിഫ്രഷ്മെൻ്റ് ആവുമല്ലോ. കുഞ്ഞ് എപ്പോഴും റൂമിനകത്ത് തന്നെ ഇരുന്ന് അവൾക്കും ഒരു മുഷിവാവും. ഏട്ടനൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.